തൃശൂരിൽ സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചുവെന്ന് കെ മുരളീധരൻ. തൃശൂർ ജയിച്ചാൽ മാത്രമേ കേരളത്തിൽ യുഡിഎഫിന് ഭരിക്കാൻ കഴിയൂ. പാർലമെന്റിലുണ്ടായത് ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സംഘടനാ വീഴ്ച വിശദമായി പരിശോധിക്കണമെന്നും കെ മുരളീധരൻ. സംഭവിക്കാൻ പാടില്ലാത്ത തൃശ്ശൂർ സംഭവിച്ചു എങ്കിലും അതൊന്നും വരാൻ പോകുന്ന പഞ്ചായത്തിനെയോ നിയമസഭയോ ബാധിക്കാൻ പാടില്ല. കാരണം തൃശ്ശൂർ ജയിച്ചാൽ മാത്രമേ കേരളത്തിൽ UDFന് ഭരിക്കാൻ കഴിയും. അതുകൊണ്ട് ഈ പാർലമെൻറ്റ് ഇലക്ഷനിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ ആവർത്തിക്കാതെ നോക്കുകയും ലോക്കൽ ബോഡിയിലും അസംബ്ലിയിലും UDF തൃശ്ശൂർ ജില്ലയിൽ തിരിച്ചു വരാനും ഉള്ള ഇവരെടുക്കുന്ന ഏത് നിലപാടിനും എൻ്റെ പിന്തുണയുണ്ടാവും. ആരും പേരെടുത്ത് പറഞ്ഞിട്ടില്ല. പക്ഷേ സംഘടനാ തലത്തിലുണ്ടായിട്ടുള്ള വീഴ്ചകളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പരസ്പരം അതിൻ്റെ ഒരു ആശയവിനിമയം നടത്തി. അല്ലാതെ ഏതെങ്കിലും ഒരാളുടെ തലയിൽ ഇത് കെട്ടിവെക്കുന്നത് ശരിയല്ല. അമൽ തേനപ്പറമ്പിൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. അമൽ, മുരളീധരൻ പറയാനുള്ളതൊക്കെ പറയുന്നുണ്ട്, പക്ഷേ എന്നാൽ ഞാനൊന്നും പറയുന്നില്ല എന്നൊരു പുറമോടിക്കുള്ളിലാണ് പറയുകയും ചെയ്യുന്നത്. കൃത്യമായി തൃശ്ശൂരിലെ തോൽവി സംഘടനാ വീഴ്ചയുടെ മാത്രം ഫലമാണ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് മുരളീധരൻ. ആരുടെയൊക്കെ പേര് പറയുന്നില്ല എന്ന് പറയുമ്പോഴും കൃത്യമായി ആരൊക്കെ എന്നത് കൃത്യമായി അത് മനസ്സിലാക്കി നൽകുന്നുമുണ്ട് നേതൃത്വത്തിന്. തന്റെ തോൽവിയല്ല സംഘടനയുടെ വീഴ്ച എന്നുള്ള മുരളീധരന്റെ വാക്കുകൾ ശക്തമാണ്. മുരളീധരൻ എന്തായാലും ഇന്ന് നടക്കുന്ന നേതൃയോഗത്തിൽ പങ്കെടുക്കുന്നില്ല. രണ്ട് സുപ്രധാന യോഗങ്ങളാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത്. ഒന്ന് KPCC നേതൃയോഗം, അതോടൊപ്പം തന്നെ യുഡിഎഫിന്റെ നേതൃയോഗം വൈകുന്നേരവും നടക്കുന്നുണ്ട്. ആ രണ്ട് യോഗങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാനാണ് തിരുവനന്തപുരത്തുള്ള കെ മുരളീധരന്റെ തീരുമാനം. കെ മുരളീധരന്റെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ തൽക്കാലത്തേക്കില്ല എന്നുള്ളതാണ് മുരളീധരന്റെ മറുപടി. അതിനുശേഷമാണ് ഈ തൃശ്ശൂരിലെ തോൽവി പഠിക്കാനായി ഒരു കമ്മീഷനെ KPCC നിയോഗിച്ചിരുന്നു. KC ജോസഫിന്റെ നേതൃത്വത്തിലുള്ള ആ കമ്മീഷൻ അംഗങ്ങൾ ഇന്ന് കെ മുരളീധരനെ വീട്ടിലെത്തി അവസാനവട്ടം കൂടി ഒരു വട്ടം കൂടി അനുനയിപ്പിക്കാനുള്ള ശ്രമം നടത്തി. പക്ഷേ മുരളീധരൻ നേതൃയോഗത്തിനില്ല എന്നൊരു കാര്യം ഉറപ്പിച്ചു പറയുകയായിരുന്നു. മാത്രമല്ല, എന്തെല്ലാമാണ് തൃശ്ശൂരിൽ സംഭവിച്ചത് എന്ന കാര്യത്തിൽ കൃത്യമായ ഒരു മുരളീധരന്റെ പക്കലുള്ള വിവരങ്ങളെല്ലാം ഈ അന്വേഷണ കമ്മീഷൻ കൈമാറുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിന് തൻ്റെ തോൽവിക്ക് പിന്നിൽ പ്രവർത്തിപ്പിച്ച അല്ലെങ്കിൽ ഈ തന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ച ആരുടെയെങ്കിലും പേര് പറഞ്ഞുകൊണ്ട് അവരെ വലുതാക്കാനില്ല എന്നുള്ളതാണ് മുരളീധരൻ പറഞ്ഞു വെക്കുന്നത്. മാത്രമല്ല, തിരുവനന്തപുരത്തേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഒരു തീരുമാനത്തിലേക്ക് മുരളീധരൻ എത്തിച്ചേർന്നിരിക്കുന്നു. അതുകൂടിയാണ് ഇന്നത്തെ പ്രസ്താവനകളിൽ വ്യക്തമാകുന്നത്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, തൻ്റെ മാത്രം പരാജയമായി തൃശ്ശൂരിലെ പരാജയത്തെ കാണേണ്ടതില്ല. അത് പാർട്ടിക്കുണ്ടായ പരാജയമാണ്. ആ പരാജയം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിച്ചാൽ വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളൊരു കാര്യം പറഞ്ഞു വെക്കുന്നുണ്ട് മുരളീധരൻ. എന്തായാലും കെ മുരളീധരൻ ഇന്ന് യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. മറ്റ് നേതാക്കളെല്ലാം തന്നെ ഈ നേതൃയോഗത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. മുരളീധരൻ എത്തിയില്ല എങ്കിൽ കൂടി മുരളീധരന് പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായി ഇന്ന് നേതൃയോഗത്തിൽ അവതരിപ്പിക്കപ്പെടുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അത് പറയാനുള്ള നേതാക്കന്മാർ തൃശ്ശൂരിൽ നിന്ന് തന്നെ ഉണ്ട്. വലിയ യോഗമാണ് നടക്കുന്നത്. അതിനാൽ തന്നെ മുരളീധരനൊപ്പം നിൽക്കുന്ന, മുരളീധരനെ അനുകൂലിക്കുന്ന ആളുകളുടെ ഭാഗത്തു നിന്നും ആ വിഷയങ്ങളെല്ലാം തന്നെ അവതരിപ്പിക്കപ്പെടും. അതുപോലെ തന്നെ ആലത്തൂരിൽ എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിലും വിശദമായ ചർച്ചയുണ്ടാകും. ചേലക്കര, അതോടൊപ്പം തന്നെ പാലക്കാട്, രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. ആ ഉപതെരഞ്ഞെടുപ്പിൽ ആരാകണം സ്ഥാനാർത്ഥി എന്നത് സംബന്ധിച്ച പ്രാഥമിക ചർച്ചകളും ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യോഗം എന്നുള്ള നിലയ്ക്ക് KPCC യോഗത്തിൽ വലിയ തോതിലുള്ള വിമർശനങ്ങളും പരാതികളുമൊക്കെ ഉയരാനുള്ള സാധ്യതയുണ്ട്. അമൽ തേനപ്പറമ്പിൽ വിശദമായ വിവരങ്ങൾ നൽകിയത്. ആരെയും വ്യക്തിപരമായി ഒന്നും പറയാനില്ല എന്നുള്ളതും തോൽവി പരിശോധിക്കണമെന്നും തൃശൂർ ജയിച്ചാലേ കേരളം ഭരിക്കാൻ ഇനി UDFന് കഴിയുകയുള്ളൂ എന്നും കെ മുരളീധരൻ.